പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് US. ദി മജീദ് ബ്രിഗേഡ് എന്ന പേരിലും അറിയപ്പെടുന്ന BLAയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി പോരാടുന്ന സംഘടനയാണ് BLA. 2019 US BLAയെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് ആയി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 6 വർഷത്തിനു ശേഷം വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്. 2024 കറാച്ചിയിലെ വിമാനത്താവളത്തിനും ഖാദർ തുറമുഖ അതോറിറ്റി സമുച്ചയത്തിനും സമീപമുള്ള ചാവേർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് USന്റെ നടപടി. 2025 ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തതിന്റെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് സ്വീകരിച്ച നടപടി. ഈ ഭീഷണിക്കെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ ഭീകരവാദ പദവികൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണിത്, മാർക്കോ റൂബിയോ പറഞ്ഞു. നേരത്തെ പാകിസ്ഥാനും BLAയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇന്ത്യ-പാക് സംഘർഷം നടക്കുന്ന വേളയിൽ അടക്കം ഇന്ത്യക്ക് അനുകൂല നിലപാട് ഈ സംഘടന സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരായി ഇന്ത്യ സ്വീകരിക്കുന്ന ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്നും BLA നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് പടിഞ്ഞാറെ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം. വിദേശ പ്രോക്സി എന്ന ആരോപണങ്ങൾ തള്ളിയ BLA തങ്ങൾ പ്രദേശത്തെ നിർണായകമായ പാർട്ടിയെന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂചിസ്ഥാനിലെ 51 കേന്ദ്രങ്ങളിൽ 71 ആക്രമണങ്ങൾ നടത്തിയതായും BLA അവകാശപ്പെട്ടിരുന്നു. പാക് സൈനിക മേധാവി അമേരിക്ക സന്ദർശിക്കവെയാണ് BLAയെ ഭീകരവാദി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ബലൂചിസ്ഥാനിൽ ചൈനയുടെ താൽപ്പര്യങ്ങൾ വലിയ തോതിലുണ്ടായിരുന്നു. അവിടെ റോഡുണ്ടാക്കുന്നതും പാലമുണ്ടാക്കുന്നതുമെല്ലാം ചൈനയാണ്. സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന്റെ ഗതികേട് ചൈന നന്നായി മുതലെടുക്കുകയാണ്. അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ പാകിസ്ഥാനെ ഇനിയും ചൈന സഹായിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചത്. 5ാം തലമുറ പോർ വിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, ഗണ്യമായ സാമ്പത്തിക സഹായം എന്നിവയും ഓഫറുണ്ട്. ഈയിടെയായി പ്രതിരോധ രംഗത്ത് പാകിസ്ഥാൻ ചൈനയെ കാര്യമായി ആശ്രയിക്കുന്നത് ചെറുക്കാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് ദ ഗാർഡിയൻ വിലയിരുത്തുന്നത്. ചൈനയുടെ J-35 പോർ വിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വർഷാവർഷം പാകിസ്ഥാനിലെത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത് തടയുക എന്നതും ട്രംപിന്റെ ലക്ഷ്യമാണ്. നേരത്തെ വൈറ്റ് ഹൌസിൽ വെച്ച് അസീം മുനീറുമായി നടത്തിയ ചർച്ചയിൽ റഷ്യ, ചൈന എന്നിവരോട് സൗഹൃദം ഒഴിവാക്കണം, ബ്രിക്സ് അടക്കമുള്ള കിഴക്കൻ കൂട്ടായ്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നീ ആവശ്യങ്ങൾ ട്രംപ് ഉന്നയിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ US എണ്ണ സഹകരണ കരാറിന്റെ പശ്ചാത്തലത്തിൽ US-ൽ നിന്ന് വമ്പൻ എണ്ണ ഇറക്കുമതിക്ക് പാകിസ്ഥാനിലേക്ക് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്.